നേരത്തെ എൻ.ആർ. മധുവിനെതിരെ കലാപാഹ്വാനത്തിൽ ഭാരതീയ ന്യായ സംഹിത 192 പ്രകാരമാണ് കേസെടുത്തിരുന്നത്. കലാപാഹ്വാനത്തിലാണ് കേസെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട എൻ.ആർ. മധുവിനെ ഇന്ന് കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. ഈ കേസിൽ മൊഴി രേഖപ്പെടുത്തുന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് എൻ.ആർ. മധു ഇന്ന് ഉച്ചയോടുകൂടി കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇതിനുശേഷം വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഈ മൊഴിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പോലീസിന് മുമ്പിൽ ഇദ്ദേഹം മൊഴിയായി നൽകിയിട്ടുണ്ട്. അതായത് വേടൻ എന്ന കലാകാരനെ അല്ല, വേടൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നതെന്ന് പോലീസിന്റെ മുന്നിൽ ഞാൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരല്പ സന്തോഷമുള്ള ഒരു വാർത്തയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു സംഖ്യയെ ഒന്ന് പിടിച്ചകത്തിട്ട് സ്റ്റേഷനിൽ ജാമ്യത്തിൽ ഇപ്പൊ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതായത് വേടനെ നിരന്തരം നമ്മുടെ സംഘപരിവാർ ശക്തികൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സംഘപരിവാർ ശക്തികൾക്ക് ഒരു തരത്തിലും വേടൻ ഇഷ്ടമില്ല. വേടനുള്ള ആക്രമണം, വേടനെതിരെയുള്ള ഒരു ആക്രമണം തുടങ്ങുന്നത് എൻ.ആർ. മധു എന്ന് പറയുന്ന ഈ കേസരിയുടെ ഈ ഒരു പത്രാധിപരിൽ നിന്നാണ് നമ്മുടെ വേടനെതിരെയുള്ള ആക്രമണം തുടങ്ങുന്നത്. എന്തായാലും ഈ ആക്രമണം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം വേറൊരു മനുഷ്യൻ നമ്മുടെ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. ആ കേസ് കൊടുത്ത ആൾ ആരാണെന്നുണ്ടായിരുന്നു. CPIM കിഴക്കേ കല്ലട ലോക്കൽ സെക്രട്ടറി വേലായുധന്റെ പരാതിയിലാണ് എൻ.ആർ. മധുവിനെതിരെ കേസെടുത്തത്. റാപ്പർ വേടനെതിരെ വിദ്വേഷ പരാമർശം, എൻ.ആർ. മധുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഇപ്പോൾ വാർത്ത. എന്ന് വെച്ച് കഴിഞ്ഞാല് വേടനെതിരെ വിദ്വേഷ പ്രചാരണം മാത്രമല്ല, ഇവിടെ ഈ എൻ.ആർ. മധു നടത്തിയത് ഒരു കലാപ ആഹ്വാനം കൂടിയാണ്. വേടനെ പോലുള്ള ആളുകൾ ഒരിക്കലും പാടാൻ പാടില്ല, അവനെ പോലെ ഉള്ള ആളുകൾ ഒരിക്കലും അമ്പലത്തിൽ പോലും കയറ്റാൻ പാടില്ല എന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ്. അതായത് നമ്മുടെ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളും എൻ.ആർ. മധുവിന്റെ കീഴിലാണ്, അല്ലെങ്കിൽ എൻ.ആർ. മധു പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ സംഘടനയുടെ കീഴിലാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു തോന്നലും ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനവും. കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറെ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. മനസ്സിലായില്ലേ? വേടന്റെ പുറകില് മുസ്ലിം ശക്തികളുണ്ട്. ആ മുസ്ലിം ശക്തികൾക്ക് ഇന്ത്യയെ 10,000 കഷ്ണങ്ങളായിട്ട് വേർതിരിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ ശക്തികളാണ് വേടനൊക്കെ പിന്തുണ നൽകുന്നത്. ആ ശക്തികളാണ് വേടന്റെ പുറകിലുള്ളത്. അതുകൊണ്ട് വേടനെ പോലുള്ള ആളുകള് എന്ത് ചെയ്യരുത്? അമ്പലങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തി പാട്ട് പാടരുത്, പാട്ട് പാടിപ്പിക്കരുത് എന്നായിരുന്നു എൻ.ആർ. മധുവിന്റെ പ്രഖ്യാപനം. ഇത് മാത്രമല്ല കേട്ടോ, ഷവർമ്മ കഴിച്ചിട്ട് വർമ്മമാരാണ് മരിക്കുന്നത്, ഹിന്ദുക്കളാണ് മരിക്കുന്നത്, ഒറ്റ മുസ്ലിം പോലും മരിക്കുന്നില്ല. എങ്ങനെയുണ്ട്? ഇമാതിരി വർഗീയ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇവനെതിരെയാണ് കേസ് കൊടുത്തത്. എന്തായാലും കേസ് കൊടുത്ത് ഇപ്പൊ ജാമ്യത്തിൽ വിട്ടിരിക്കുന്ന വാർത്തയാണ്. ഒരുപക്ഷെ നമ്മുടെ കേരള ചരിത്രത്തില് ഒരു പാട്ടുകാരനെതിരെ ആക്രമണത്തിന് മുതിർന്നപ്പോൾ CPM രംഗത്ത് വരുന്നു, CPM സംരക്ഷണം കൊടുക്കുന്നു എന്നൊക്കെ ഇതിന് വേണമെങ്കിൽ വിചാരിക്കാൻ കേട്ടോ. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അത് ഒരിക്കൽ മയക്കുമരുന്ന് കഴിച്ചു വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ അവനെ മയക്കുമരുന്നിന് അടിമയായിട്ടൊന്നും തഴിച്ചിടാൻ പറ്റില്ല. അവനത് രക്ഷപ്പെട്ടു വന്നുവെന്നേ, അവനതൊന്ന് വിടുതൽ കിട്ടി വന്നുവെന്നേ. ആ പരിപാടിക്ക് താൻ ഇനി ഇല്ല, ഞാൻ നല്ല മനുഷ്യനായി ജീവിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ മനുഷ്യൻ കൂടിയാണ് വേടൻ. അങ്ങനെയുള്ള ആളെ നമ്മൾ എന്തിനാണ് തഴയുന്നേ? ഒരിക്കലൊരാൾ ഒരു കുറ്റം ചെയ്തു, നമ്മുടെ ക്രിസ്ത്യൻസിലൊക്കെ പറയുന്ന പോലെ കുറ്റത്തെ നമുക്ക് ഓർക്കാം, കുറ്റവാളി എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ്. ഇവൻ ചെയ്തു എന്നവന് സമ്മതിക്കുകയും ഒപ്പം തന്നെ ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ ഒഴിവാവാൻ ശ്രമിക്കുന്നു, നല്ല മനുഷ്യനായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമെന്ന് പറഞ്ഞ മനുഷ്യന്റെ പേര് കൂടിയാണ് വേടൻ. ഇങ്ങനെ ആരുണ്ടടെ നമ്മുടെ ഇടയിൽ? ആരെങ്കിലും ഉണ്ട്? ഇല്ലെന്നേ.
അങ്ങനെയുള്ള ഒരു മനുഷ്യനെ പരമാവധി ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ സംഘപരിവാരകർക്ക് വലിയ പ്രശ്നമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം നമ്മുടെ ഊരാളി എന്ന് പറയുന്ന ഒരു പാട്ട് ടീം ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പൊ പാട്ട് പാടുന്ന സമയത്ത് ഇദ്ദേഹം പാടിയൊരു പാട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് എതിരെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ വേടനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഫയല് ചേർന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അങ്ങനെ എങ്ങനെയെങ്കിലും ഈ ഒരു പാട്ടുകാരന്റെ പാട്ട് നിർത്തണം, അവനങ്ങോട്ട് അവസാനിപ്പിക്കണം. അതിന് വേറൊരു അർത്ഥം കൂടി കിട്ടുന്നത് ഇത്തരക്കാർക്കെതിരെയാണ്. ഇത്തരക്കാർക്കെതിരെ എന്ന് പറഞ്ഞാൽ വേടനെ പോലുള്ള ആൾക്കാർക്കെതിരെ, ദളിത് വംശത്തിൽ പിറന്നവനെ, താഴ്ന്ന ജാതിയിൽ പെട്ടു എന്ന് പറയപ്പെടുന്ന ആളുകളെ കണ്ടെത്തി നശിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇവർ സ്വപ്നം കാണുന്ന ആ ഒരു ന്യായ സംഹിതാ ലോകത്ത് ആരില്ല? ദളിതരില്ല. അവർക്കൊരിക്കലും ഈ ദളിതരൊന്നും പുറത്തിറങ്ങാൻ പാടില്ല, അവരിങ്ങനെ പാട്ട് പാടാൻ പാടില്ല, അവരിങ്ങനെ ആളെ കൂട്ടാൻ പാടില്ല. അതൊന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത സംഭവമാണ് അവർക്ക്. എന്തിനേറെ ഇവരൊന്നും അംഗീകരിക്കാത്ത ആളുകളാണ് ഇപ്പൊ നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ അടക്കം ഈ പറയുന്ന ഈ എന്താ പറയുക വലിയ ടീം എന്നൊക്കെ പറയപ്പെടുന്ന നമ്മുടെ സുരേഷ് ഗോപിയുടെ വാക്കുകൾക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ കുലമഹിമയുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കാത്ത, അവരംഗീകരിക്കാത്ത ആളുകളാണ് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവന്മാരൊക്കെ നല്ല ചൊറിച്ചിലുണ്ടായിരിക്കും, ഗംഭീര ചൊറിച്ചിലുണ്ടായിരിക്കും. ആ ചൊറി കൂടി 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 അവസാനം ഒരാൾക്കെതിരെ ആക്രമണത്തിന് തിരിഞ്ഞതാ. അത് നമ്മുടെ ഇവനെതിരായിപ്പോയി, വേടനെതിരായിപ്പോയി. അതൊരു അപാരമായിട്ടുള്ള ഒരു തൊടലായിരുന്നു. അതോടുകൂടി എന്താണ് ഈ NR മധുവും നമ്മുടെ ശശികല, എന്റേതല്ലാത്ത ആ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്തെന്ന് ആളുകൾക്ക് മനസ്സിലായി. ശശികല ടീച്ചർ ഹിന്ദു മതത്തെ മുഴുവൻ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ആളെ കാണത്രേ. എന്തോന്നും ഒന്നിപ്പിക്കല് ജന്മത്തിൽ നടക്കില്ല, നടക്കും ചെയ്യരുതെന്നൊക്കെ ഞാനൊക്കെ ഇപ്പൊ പറയും. കാരണം അത് വലിയ അപകടത്തിന് കാരണമാവും. എന്തൊക്കെയായാലും ഇപ്പോ ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ഒരു മൂവ്മെന്റ് നമ്മുടെ പൊതുജനങ്ങളിൽ നിന്ന് സംഘപരിവാർ ശക്തികൾക്കെതിരെ ഉണ്ടായിരിക്കുന്നു. അതായത് വേടനെ തൊട്ട നിങ്ങൾക്കെതിരെയും കേസുകൾ വരും, നിങ്ങളെയും പിടിച്ചകത്തിടും, നിങ്ങളും സൂക്ഷിച്ചോ എന്ന് പറയുന്ന ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നർത്ഥം. ചില്ലറ സന്തോഷം എന്നല്ല വേണ്ട കേട്ടോ സുഹൃത്തുക്കളെ. ബൈ.